കല്യാണത്തിൻ്റെ തലേ രാത്രി എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും സവിശേഷവും ആകാംക്ഷ നിറഞ്ഞതുമായ നിമിഷങ്ങളിലൊന്നാണല്ലേ. ആ രാത്രിയിൽ പല സ്വപ്നങ്ങളും കാണും, നിരവധി പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമൊക്കെ മനസ്സിൽ നിറയുന്ന നിമിഷങ്ങൾ. അതോടൊപ്പം സന്തോഷവും ചെറിയ ടെൻഷനുമൊക്കെ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ആ രാത്രിയിൽ പങ്കാളിയാകാൻ പോകുന്നയാളുടെ ഒരു ഫോൺ കോൾ വരുന്നു എന്ന് കരുതുക. ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറയുക. മനസ്സിലൊരു ഇടുത്തി വീണതുപോലുള്ള അവസ്ഥയായിരിക്കും അല്ലേ. കണ്ണൂർ മുണ്ടേരിയിലെ ഷബിനെ പ്രതിശ്രുത വധു കല്യാണത്തിൻ്റെ തലേ രാത്രിയിൽ എന്തിനാണ് വിളിച്ചത്? ആ ഫോൺ കോളിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൻ്റെ കാരണം എന്താണ്? ഷബിൻ്റെ മരണത്തിൽ പല ദുരൂഹതകളുമുണ്ട്. ഇതോടൊപ്പം കാസർഗോഡ് ക്രിക്കറ്റ് കളിക്കിടെയുണ്ടായ കൊലപാതക കേസും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കണ്ണൂർ മുണ്ടേരിയിൽ കല്യാണത്തിൻ്റെ ആരവവും ആഘോഷവും നടക്കുന്ന വീട്. രാത്രിയിൽ പാട്ടും മേളവും ഒക്കെയായി ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഉണ്ട്. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം കല്യാണച്ചക്കൻ ഷബിനാണ്. ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് പിറ്റേന്ന് വിവാഹിതനാകുന്നതിൻ്റെ സന്തോഷവും ടെൻഷനുമുണ്ട്. വിരുന്ന് സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയ ശേഷം ഷബിന് ഒരു ഫോൺ കോൾ വന്നു. പ്രതിശ്രുത വധുവാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഫോട്ടോഗ്രാഫർമാർ വന്നിട്ടും കല്യാണച്ചക്കനെ കാണാനില്ല. മുറിയിൽ തിരക്കി ചെന്നപ്പോഴാണ് ആ നടുക്കുന്ന കാഴ്ച കണ്ടത്. വിവാഹ ദിവസം വരൻ തൂങ്ങി മരിച്ച സംഭവം ഒരു നാടിന് മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു. എന്നാൽ ജീവനൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കണ്ണൂർ മുണ്ടേരി സ്വദേശിയും ജമ്മു കശ്മീരിൽ SSB ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഷിബിന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാത്രി ചടങ്ങുകൾ നടക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ 100ഓളം പേർ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. രാത്രി 10 മണിയോടെ അതിഥികളെല്ലാം മടങ്ങി. പിറ്റേന്ന് രാവിലെ കല്യാണ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്ന സമയം. ബന്ധുക്കളും സുഹൃത്തുക്കളും മടങ്ങിയ ശേഷം ഷിബിന് ഒരു ഫോൺ കോൾ വന്നു. പ്രതിശ്രുത വധുവാണ് വിളിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയ ഷിബിൻ വാതിലടയ്ക്കുകയായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 4:45 മക്രേരി അമ്പലത്തിൽ വെച്ച് നടത്താനിരുന്ന വിവാഹ ഫോട്ടോഷൂട്ടിനായി വിളിക്കാൻ വീട്ടുകാർ ചെന്നപ്പോൾ ഷിബിൻ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്നു. ഉടൻ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഷിബിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വ്യക്തമല്ല. വിവാഹം കഴിക്കാനിരുന്ന യുവതി ഫോണിൽ എന്തായിരിക്കും സംസാരിച്ചത്? അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്കാണ് സംശയമുന നീളുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. യുവതിയുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. നാട്ടുംപുറങ്ങളിലെ കളി മൈതാനങ്ങളിൽ മത്സരത്തിനിടെ വീറും വാശിയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെൻറ്റുകൾക്കിടെ കളിക്കാർ തമ്മിലും കാണികൾ തമ്മിലും ചേരിതിരിഞ്ഞ് പോർവിളിയും കയ്യാങ്കളിയും ഉണ്ടാകുന്ന സംഭവങ്ങൾ. എന്നാൽ കാസർഗോഡ് ക്രിക്കറ്റ് കളിക്കിടെ ഉണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചൊരു കേസിലേക്കാണ്. ബദിയടുക്കയിൽ ടൂർണമെൻറ്റിനുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് മാർക്കിനടുക്ക സ്വദേശി സുരേഷിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ കിരൺ, അഖിലേഷ് എന്നിവർക്കെതിരെ ബദിയടുക്ക പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. കുമ്പടാജെ പഞ്ചായത്ത് പരിധിയിലെ മാപ്പിനടുക്കയിലാണ് യുവാവിനെ പിച്ചാത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. മാർപ്പിനടുക്ക ബദ്രുകുണ്ടുവിലെ കൊറകയുടെ മകൻ സുരേഷ് BK ആണ് മരിച്ചത്. സംഭവത്തിൽ കിരൺ, അഖിലേഷ് എന്നിവർക്കെതിരെ ബദിയടുക്ക പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഞായറാഴ്ച രാത്രിയോടെ മാർപ്പിനടുക്ക ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിന് സമീപത്തായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ സുരേഷും പ്രതികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നതായി
പോലീസ് പറയുന്നു. ഈ തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സംഭവ സമയത്ത് മാർപ്പിനടുക്ക് ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന സുരേഷിനെ ഒന്നാം പ്രതി കിരൺ പിച്ചാത്തി ഉപയോഗിച്ച് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിന് അഖിലേഷ് സഹായം ചെയ്തതായും FIR-ൽ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച സുരേഷ് മാർപ്പിനടുക്കയിലെ ബദ്ർ കുഡ്ലു ഹൗസിലെ താമസക്കാരനാണ്. മകൻ സുഭാഷ് ബി നൽകിയ പരാതിയിലാണ് ബദിയടുക്ക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ ബദിയടുക്ക ഇൻസ്പെക്ടർ RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിൽ സമീപകാലത്തായി മദ്യപാനത്തിനിടെ ഉണ്ടാകുന്ന തർക്കങ്ങളെ തുടർന്ന് നിരവധി കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മദ്യലഹരിയിൽ ബോധം നഷ്ടപ്പെടുമ്പോൾ സ്വന്തം വികാരങ്ങളെ നിയന്ത്രണം കൈവിടുകയും അത് തർക്കങ്ങളിലേക്കും പിന്നീട് കൊലപാതകങ്ങളിലേക്കും മാറുകയാണ്. തൃശൂർ എടത്തിരുത്തിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് മദ്യപാനത്തിനിടെയാണ്. എടത്തിരുത്തി അയ്യമ്പടി സ്വദേശി അനൂപിനെ സുഹൃത്ത് അനീഷാണ് കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപം വാക്കുതർക്കത്തിനിടെയാണ് അനീഷ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ അനീഷും അനൂപും ഉൾപ്പെടെ 5 അംഗ സുഹൃത്തുക്കൾ അയ്യപ്പൻപടിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ചിരുന്നു. അവിടെ വെച്ച് അനീഷും അനൂപും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പിന്നീട് സുഹൃത്തുക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിരുന്നു. അതിനുശേഷം ഈ സംഘം സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മടങ്ങി. എന്നാൽ രാത്രി 8 മണിയോടെ അനൂപ് അനീഷിനെ ആക്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയുമായിരുന്നു. ഉടൻ തന്നെ അനീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി അനൂപിന് വേണ്ടി പോലീസ് രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തി. പിന്നീട് രാവിലെയാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. എക്സൈസിൽ പാചക തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട അനീഷ്. മദ്യപാനത്തെ തുടർന്നുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. ഒരാളോട് ഇഷ്ടവും പ്രണയവും തോന്നുന്നത് മനുഷ്യന്റെ വികാരമാണല്ലേ. ഇഷ്ടമാണെന്ന് പറയുന്നത് പോലെ തന്നെ നോ പറയാനും അത് ഉൾക്കൊള്ളാനും എത്ര പേർക്ക് സാധിക്കാറുണ്ട്. എന്നാൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ചിലർ മാനസികമായി തകർന്നു പോയേക്കാം. പ്രണയ നൈരാശ്യം കാരണം മനസ്സിൽ അക്രമചിന്ത പോലും ഉണ്ടാകാം. ഹൈദരാബാദിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് യുവതിയെ യുവാവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ആൾക്കൂട്ടം പിന്നീട് തല്ലിക്കൊന്നു. ഈ യുവാവും വൈഷ്ണവിയും നേരത്തെ ഒരേ സ്കൂളിൽ ജോലി ചെയ്തവരെന്നാണ് സൂചന. ജഡ്ഷേർലയിലെ സ്വകാര്യ സ്കൂളിൽ റിസപ്ഷനിസ്റ്റായ വൈഷ്ണവിയെയാണ് യുവാവ് കഴുത്തറുത്തു കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നടുറോഡിൽ വെച്ചായിരുന്നു സംഭവം. പ്രതിയായ യുവാവ് വൈഷ്ണവിയെ നിരന്തരം ശല്യം ചെയ്തിരുന്നതായാണ് വിവരം. ഇയാൾ പലതവണ പ്രണയാഭ്യർത്ഥനയും നടത്തി. യുവതി ഇത് നിരസിച്ചതാണ് കൊലപാതകത്തിന് കാരണമായത്. ജോലി കഴിഞ്ഞ് ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുകയായിരുന്ന വൈഷ്ണവിയെ കഴുത്തറുത്തു പരിക്കേൽപ്പിച്ച ശേഷം പ്രതി സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ നാട്ടുകാർ ഇയാളെ ഓടിച്ചിട്ട് പിടികൂടി. കൈയും കാലും കെട്ടിയിട്ട ശേഷം പ്രതിയെ ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. പ്രതിയുടെ പേര് തേജ എന്നാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ ഇയാളുടെ തിരിച്ചറിയൽ കാർഡുകളോ
മൊബൈൽ ഫോണോ സംഭവസ്ഥലത്തു നിന്ന് കിട്ടിയിട്ടില്ല. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഈ യുവാവും വൈഷ്ണവിയും നേരത്തെ ഒരേ സ്കൂളിൽ ജോലി ചെയ്തിരുന്നവരാണെന്നും സൂചനയുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. సాయంత్రం అందాద 4:30 నుంచి 5 గంటల మధ్యలో నిమ్మబావిగడ్డ ఏరియాలో వైష్ణవి అనే అమ్మాయిని ఒక గుర్తులేని వ్యక్తి కత్తితో దాడి చేసి చంపడం జరిగింది. అట్టి వ్యక్తిని కూడా అక్కడ ఉన్న లోకల్ పీపుల్ కొట్టడంతో అతను కూడా సీరియస్ ఉంది. అతను కూడా హాస్పిటల్ అడ్మిట్ చేస్తాం. ఇంకా అనుకుని ట్రీట్మెంట్ ఉన్నది. ఇట్టి వ్యక్తి ఆమెపై ఎందుకు దాడి పాల్పడింది ప్రస్తుతానికి అయితే కారణం తెలియదు. గతంలో హైదరాబాద్ ఉన్నప్పుడు ఏదో పరిచయం ఉందన్న ఒక మాట అయితే ఉంది. అది ఒకటి వెరిఫై చేసుకుని దానికి ఏమున్నదని జెన్యున్గా వెరిఫై చేసి ఫైనల్ చేయడం జరుగుతుంది. ന്യൂസ് 18 ഹൈദരാബാദ്. മലപ്പുറം വളാഞ്ചേരിയിലെ യാസിർ എന്ന യുവാവ് തൻ്റെ വൈകല്യങ്ങളെ തോൽപ്പിച്ച് സമൂഹത്തിൻ്റെ അനീതിക്കെതിരെ പോരാടുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ കഴിഞ്ഞ ദിവസം റോഡിന് കുറുക്കെ ഒരു വാഹനം നിർത്തിയിട്ടത് ചോദ്യം ചെയ്തത്. എന്നാൽ അത് കാപ്പ കേസ് പ്രതികളടങ്ങുന്ന സംഘമാണെന്ന് പിന്നെയാണ് യാസിറിന് മനസ്സിലായത്. യാസിറിനെ അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചു, നിലത്തിട്ട് ചവിട്ടി, കല്ലുകൊണ്ട് കാർ അടിച്ചു തകർത്തു. എന്നാൽ തന്നെ ആക്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അയാൾ പോരാട്ടം നടത്തി. ഒടുവിൽ അക്രമി സംഘം പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. കാപ്പ വിലക്ക് ലംഘിച്ച് നാട്ടിൽ പ്രവേശിച്ച വിനു മങ്കേരി അടക്കം 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം വളാഞ്ചേരിയിൽ കാറിനു മുന്നിൽ നിന്നും മാറാൻ ആവശ്യപ്പെട്ടതിന് ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ കാർ തടഞ്ഞ് മർദ്ദിക്കുകയും കല്ലുകൊണ്ടടിച്ച് കാർ കേടാക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കാപ്പ കേസ് പ്രതി കൂടിയായ ഇരുമ്പിളിയം മങ്കേരി സ്വദേശി വിനോദ് കുമാർ എന്ന വിനു മങ്കേരി, പുത്തനത്താണി സ്വദേശി കീരിച്ചാലിൽ വീട്ടിൽ ഷിബുറുദ്ദീൻ എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനുവിനെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാപ്പ ചുമത്തി നാട് കടത്തിയതായിരുന്നു. കാപ്പ വിലക്ക് ലംഘിച്ചതിന് വിനുവിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്ത് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് വളാഞ്ചേരി കുളമംഗലം സ്വദേശി യാസർ അറഫാത്തിന് ഗുണ്ടാ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. യാസർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയായിരുന്നു മർദ്ദനം. വളാഞ്ചേരി സ്വാഗത് ബാറിനു മുന്നിൽ വെച്ച് കാറിന് മുന്നിൽ തടസ്സമായി റോഡിലൂടെ നടന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനമായത്. കാറിന് മുന്നിൽ നിന്നും മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ മാറാൻ കൂട്ടാക്കാതെ പ്രതികൾ ഭീഷണി മുഴക്കി. ഇതോടെ കാർ പിന്നിലേക്ക് എടുത്തു പോകാൻ ശ്രമിച്ചപ്പോൾ പ്രതികൾ കല്ലുകൊണ്ട് കാറിൽ ഇടിക്കുകയും ഡോറ് തുറന്ന് താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തു. ഇതിനിടെ കല്ലുകൊണ്ട് യാസറിനെ ഇടിച്ചതായി പരാതിയുണ്ട്. ബഹളം കേട്ട് ഓടിയെത്തിയ സമീപത്തെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് യാസറിനെ രക്ഷിച്ച് വീട്ടിലെത്തിച്ചത്. സംഭവമറിഞ്ഞ വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ആക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. യാസറിന്റെ പരാതിയിൽ വളാഞ്ചേരി SI സുധീറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. പോലീസ് സ്റ്റേഷനിലും ഫയർ സ്റ്റേഷനിലും ഫോൺ വിളിച്ച് കുശലാന്വേഷണം നടത്തുന്ന ചില ബിരുദന്മാരുണ്ട്. കല്യാണം കഴിപ്പിച്ച് തരണമെന്നും ആജീവനാന്തം ഭക്ഷണം വാങ്ങി തരണമെന്നുമൊക്കെ ആവശ്യപ്പെട്ട് വിളിക്കുന്നവരെയും കാണാം. ഷൊർണൂർ അഗ്നിരക്ഷാസേന ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു ദിവസം ഒരു നമ്പറിൽ നിന്ന് തന്നെ 50-ലധികം ഫോൺ കോളുകൾ വന്നു. കഴിഞ്ഞ 25 ദിവസമായി വരുന്ന ഫോൺ കോൾ ഉദ്യോഗസ്ഥർക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. മണ്ണാർക്കാട് കാരാകുറിശി സ്വദേശിയാണ് വിളിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പോലീസിനെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും ഫോൺ വിളിച്ച് കബളിപ്പിക്കുന്നവർക്കുള്ള പണി എന്താണെന്ന് അറിയാമോ? അത് പതിയെ മനസ്സിലായിക്കോളും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം? രാവിലെ തന്നെ ഫോൺ എത്തും.
എടുത്തു സംസാരിച്ചാൽ പല വിഷയങ്ങളായി ചിലപ്പോൾ സംഭാഷണം മണിക്കൂറുകൾ നീളും. ഇതിനിടയിൽ ഓഫീസിൽ നിന്നും ഫോൺ കട്ടാക്കിയാൽ പിന്നെ എടുക്കുന്നതുവരെ വിളിച്ചുകൊണ്ടിരിക്കും. ആദ്യഘട്ടത്തിൽ വിളിക്കുന്നയാളുടെ ചോദ്യത്തിന് അഗ്നിരക്ഷാസേന ഓഫീസിൽ നിന്നും മറുപടി നൽകിയിരുന്നുവെങ്കിലും പിന്നീടത് തലവേദനയായി മാറി. ചിലപ്പോൾ രാത്രിയിൽ വിളിച്ച് ദേശീയഗാനം പാടി കേൾപ്പിക്കും. പകലാവട്ടെ കല്യാണം കഴിപ്പിച്ചു തരണമെന്നും ആജീവനാന്തം ഭക്ഷണം വാങ്ങി തരണമെന്നുമൊക്കെയാണ് ആവശ്യം. നിങ്ങൾ എന്താണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? തീപിടുത്തമോ മറ്റ് രക്ഷാപ്രവർത്തനത്തിനോ ആയി ഓഫീസിലേക്ക് വിളിച്ചാൽ ഇതുമൂലം പലപ്പോഴും ഫോൺ കിട്ടാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 101 എന്ന നമ്പറിലേക്കാണ് ഫോൺ എത്തുന്നത്. പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ഓഫീസർമാരെ അനാവശ്യം പറയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഫയർ ഓഫീസർ പറയുന്നത്. ഒടുവിൽ അഗ്നിരക്ഷാസേന ഷൊർണൂർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും വകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നടപടികൾ ആവാനുള്ളൊരു താമസം ഉണ്ട്. അപ്പം ഇത് ഒന്നുകിൽ ഇനിയിപ്പോൾ അവർ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അത് കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് ഫോൺ മാറ്റുക എന്നുള്ളത് ഇതിനൊരു പരിഹാരമുള്ളൂ. ഷൊർണൂർ പോലീസ് വിളിക്കുന്ന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇയാൾ മണ്ണാർക്കാട് കാരാക്കുറിശി സ്വദേശിനിയാണെന്ന് കണ്ടെത്തി. എന്നാൽ കല്ലടിക്കോട് സ്റ്റേഷൻ പരിധിയായതിനാൽ പരാതി അങ്ങോട്ട് കൈമാറുകയായിരുന്നു. പരാതി നൽകി 3 ദിവസം കഴിഞ്ഞിട്ടും ഫോൺ വിളിക്ക് പരിഹാരമുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാണ് അഗ്നിരക്ഷാസേന പറയുന്നത്. അനാവശ്യ ഫോൺ വിളിയിൽ നിന്നും രക്ഷ നേടാനുള്ള കാത്തിരിപ്പിലാണ് ഷൊർണൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. നിങ്ങൾ എന്താണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം വർക്കലയിലെ റാഷിദ് എന്ന യുവാവ് മികച്ച കർഷകനാണ്. വീട്ടുവളപ്പിൽ വാഴയും കപ്പയും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനിടെ രഹസ്യമായി ഇയാൾ ഇടവിളയായി കഞ്ചാവ് കൃഷിയും ചെയ്തിരുന്നു. പോലീസിൻ്റെ മിന്നൽ പരിശോധനയിലാണ് ഇക്കാര്യം പുറലോകം അറിയുന്നത്. 2 വലിയ ചെടികളും 4 കഞ്ചാവ് തൈകളും ഉൾപ്പെടെ 6 ചെടികളാണ് പോലീസ് സംഘം പരിശോധനയിൽ കണ്ടെടുത്തത്. വീടിന്റെ പിൻവശത്തെ കൃഷിയിടത്തിൽ കപ്പയ്ക്കും വാഴയ്ക്കുമൊപ്പം അതീവ രഹസ്യമായി കഞ്ചാവ് ചെടികൾ നട്ടുനനച്ചു വളർത്തിയ കേസിലാണ് യുവാവ് വർക്കല പോലീസിന്റെ പിടിയിലായത്. വെട്ടൂർ സ്വദേശി റാഷിദാണ് പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയത്. മാസങ്ങളായി ഇയാൾ സ്വന്തം വീട്ടുവളപ്പിൽ ആരുമറിയാതെ കഞ്ചാവ് ചെടികൾ പ്രത്യേക ശ്രദ്ധയോടെ പരിപാലിച്ചു വരികയായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കി. വീടിന് പിന്നിലുള്ള കപ്പ വാഴ കൃഷികൾക്കിടയിലാണ് വൻതോതിൽ ലഹരിമരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇയാൾ കഞ്ചാവ് നട്ടു വളർത്തിയത്. വർക്കല ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വർക്കല ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം റാഷിദിന്റെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തിയത്. പുറമെ സാധാരണ കൃഷിയിടമെന്ന് തോന്നിക്കുന്ന ഇടത്തേക്ക് പോലീസ് സംഘം എത്തിയതോടെയാണ് ഒളിച്ചു നടത്തിയിരുന്ന കഞ്ചാവ് കൃഷിയുടെ വിവരങ്ങൾ പുറത്തു വന്നത്. പരിശോധനയിൽ 2 മീറ്ററും 1.5 മീറ്ററും വീതം നീളമുള്ള 2 വലിയ ചെടികളും 4 കഞ്ചാവ് തൈകളുമാണ് പോലീസ് സംഘം കണ്ടെത്തിയത്. പിടിച്ചെടുത്ത കഞ്ചാവ് ചെടികൾ വർക്കല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ആറ്റിങ്ങൽ. വയനാട് മുത്തങ്ങയിൽ വൻ ലഹരി വേട്ട. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന MDMA പിടിച്ചെടുത്തു. ബത്തേരി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. കേസിൽ മീനങ്ങാടി സ്വദേശികളായ 3 അംഗ സംഘം അറസ്റ്റിലായിട്ടുണ്ട്. ഇവർ ലഹരി മാഫിയയിലെ പ്രധാനികളെന്നാണ് വിവരം. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന MDMAയുമായാണ് 3 യുവാക്കൾ പിടിയിലായത്. മീനങ്ങാടി സ്വദേശികളായ 20-കാരൻ PV വൈഷ്ണവ്, 21 വയസ്സുള്ള PK മുഹമ്മദ് ആഷിഖ്, 20 വയസ്സുള്ള P ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് പിടികൂടിയത്.
25.8 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് ലഹരിമരുന്ന് വാങ്ങി സംസ്ഥാനത്ത് വിൽപ്പനയ്ക്കായി ഒളിച്ചുകടത്തുകയായിരുന്നു പ്രതികൾ. മുത്തങ്ങയിൽ നടത്തിയ പോലീസ് പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. SI ജുസിൻ ജോയ്, SIമാരായ അബ്ദുൽ ഗഫൂർ, PM ഷാജി, സീനിയർ CPOമാരായ TH ഉനൈസ്, VJ മിജു, ശിവദാസൻ, പ്രദീപൻ, CPOമാരായ M മിതിൻ, സുനിൽ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് 18 വയനാട്. ബസ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ പണമുണ്ടെങ്കിൽ അല്പം ജാഗ്രത വേണം കേട്ടോ. കാരണം ഇക്കാലത്ത് ബസ്സുകളിൽ പോക്കറ്റടിക്കാർ സജീവമായിട്ടുണ്ട്. മലപ്പുറത്ത് ബസ് യാത്രക്കാരൻ്റെ 1 ലക്ഷം രൂപയാണ് മോഷണം പോയത്. ചങ്കുവെട്ടിയിൽ നിന്ന് പറമ്പിലങ്ങാടിയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചട്ടിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അലിയുടെ പണമാണ് മോഷ്ടിച്ചത്. കേസിൽ 2 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്തും മറ്റും ലോഡ്ജ് എടുത്ത് താമസിച്ച് പോക്കറ്റടി നടക്കുന്നവരാണ് പിടിയിലായ പ്രതികളെന്ന് പോലീസ് പറയുന്നു. ബസ് യാത്രികന്റെ പക്കൽ നിന്നും 1 ലക്ഷം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതികളാണ് കോട്ടയ്ക്കലിൽ പിടിയിലായത്. എറണാകുളം പള്ളുരുത്തി പാറപ്പുറത്ത് PV ജോയ് നിസാർ, ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി സ്രാങ്ക് എന്ന മുഹമ്മദ് ഇക്ബാൽ എന്നിവരെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 മാസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ചക്കുവെട്ടിയിൽ നിന്നും പറമ്പിലങ്ങാടിയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ചട്ടിപ്പറമ്പ് പഴമള്ളൂർ സ്വദേശി മുഹമ്മദ് അലിയുടെ പണമാണ് മോഷണം പോയത്. മലപ്പുറത്തും മറ്റും ലോഡ്ജ് എടുത്ത് താമസിച്ച് പോക്കറ്റടി നടത്തുകയായിരുന്നു പ്രതികൾ. എറണാകുളത്തും ആലപ്പുഴയിലും ഇവർക്കെതിരെ നിരവധി കേസുകളുമുണ്ട്. ജോയ് നിസാറിനെ കോട്ടയത്ത് നിന്നും ഇക്ബാലിനെ ആലപ്പുഴയിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ ദീപകുമാർ, SIമാരായ അനീഷ് ചാക്കോ, സുരേഷ് കുമാർ, സജീഷ് കുമാർ, CPOമാരായ സുജിത്, മുഹമ്മദ്, രതീഷ്, രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണ് പലരും ലോട്ടറി എടുക്കുന്നത്. ചിലപ്പോൾ നമ്മളെ തേടി ഭാഗ്യം വന്നേക്കാം. എന്നാൽ ഭാഗ്യം മോഷ്ടിച്ചെടുക്കാമെന്നുള്ള ചിന്ത അല്പം കടന്നു കൈയല്ലേ. തിരുവനന്തപുരം ബാലരാമപുരത്ത് ലോട്ടറി ടിക്കറ്റ് കട കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിലേക്കാണ്. 2 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ലോട്ടറികളും പണവും ഹാർഡ് ഡിസ്കുമാണ് കവർന്നത്. കേസിൽ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബാലരാമപുരം സ്കൂൾ ജംഗ്ഷന് മുന്നിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ലക്കി സെന്ററിൽ മോഷണം നടന്നത്. തിരുവനന്തപുരം സ്വദേശിയായ നാരായണന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലക്കി സെന്റർ. ഈ കടയുടെ പിൻവാതിൽ തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് വിഷു ബമ്പർ ഉൾപ്പെടെയുള്ള 2 ലക്ഷത്തോളം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളാണ് മോഷ്ടിച്ചത്. ഇതോടൊപ്പം കടയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയും CCTVയുടെ ഹാർഡ് ഡിസ്കും നഷ്ടപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. എല്ലാം കൂടി ഒരു 1 ബമ്പറും എല്ലാം കൂടി ഒരു 2 അടുപ്പിച്ച് പോയി. 2 ലക്ഷം വരും എല്ലാം കൂടി. ക്യാഷ് എല്ലാം കൂടി പോയി. അത് ബമ്പർ, എല്ലാ ബമ്പറും ശനിയാഴ്ച ടിക്കറ്റും ഞായറാഴ്ച ടിക്കറ്റും മൊത്തം ഇവിടെ ഉള്ളത്. കൗണ്ടറും കോട്ടയിലും പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. ഡോസ് കോഡ് ഒന്ന് നോക്കിയിട്ട് പോയി. സംഭവത്തിൽ ലോട്ടറി കടയുടമയായ നാരായണൻ ബാലരാമപുരം പോലീസിൽ പരാതി നൽകി. പ്രദേശത്തെ മറ്റ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും ഉടൻ വലയിലാകുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. എക്സൈസ് നിയമപ്രകാരം അനധികൃതമായി മദ്യം സൂക്ഷിക്കുന്നതും വിൽക്കുന്നതും നിയമവിരുദ്ധമാണ്. ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. എന്നാൽ സമീപകാലത്തായി
സംസ്ഥാനത്ത് അനധികൃത മദ്യവിൽപ്പനയും ഇടപാടുകളും സജീവമാകുന്നു. മലപ്പുറം നിലമ്പൂരിൽ വാനിൽ അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 48 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് അറസ്റ്റിലായത്. ചുങ്കത്തറ സ്വദേശി സുനിലിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. സുനിൽ ഇതിനു മുൻപും അനധികൃത മദ്യവിൽപ്പനയ്ക്ക് അറസ്റ്റിലായിട്ടുണ്ട്. നിലമ്പൂർ ചുങ്കത്തറ പള്ളിക്കുത്ത് പ്രദേശത്ത് വെച്ച് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മാരുതി ഒമിനി വാനിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. 1/2 ലിറ്ററിന്റെ 48 കുപ്പിയിലായി 24 ലിറ്റർ മദ്യമാണ് പിടിച്ചെടുത്തത്. പള്ളിക്കുത്ത് അമ്പലക്കുന്ന് സ്വദേശി കുറ്റിമലയിൽ സുനിൽ എന്ന 38-കാരനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ബിവറേജസ് വിൽപ്പനശാലയിൽ നിന്നും ശേഖരിക്കുന്ന മദ്യം കാറിൽ കൊണ്ടുനടന്ന് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് പ്രതിയുടെ രീതി. നിലമ്പൂർ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലയിലിന്റെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ CT ഷംനാസ്, KM ഇർഷാദ്, എബിൻ സണ്ണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി സുനിൽ സ്ഥിരമായി അനധികൃത മദ്യവിൽപ്പന നടത്തുന്ന ആളാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ കഴിഞ്ഞ ജനുവരിയിലും സുനിലിനെ അനധികൃത മദ്യവിൽപ്പനയ്ക്ക് അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായ സുനിൽ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും മദ്യവിൽപ്പന നടത്തിയത്. ന്യൂസ് 18 മലപ്പുറം. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്ന സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്തെ കോസ്റ്റ് ഗാർഡ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇതിന് നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥനെ നെടുമ്പാശ്ശേരിയിലെ ചുമതലയിൽ നിന്നും മാറ്റി കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് മേഖലാ ആസ്ഥാനത്തേക്ക് നിയമിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് ഹൈക്കോടതി 2 ആഴ്ച കൂടി സാവകാശം നൽകി. ശബരിമല പോലുള്ള അതീവ സുരക്ഷാ മേഖലയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ താഴ്ന്നു പറത്തിയത് വിവാദമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് കോസ്റ്റ് ഗാർഡ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശത്തിലാണ് ഹെലികോപ്റ്റർ താഴ്ത്തിപ്പറത്തിയതെന്ന് കണ്ടെത്തിയത്. ആകാശത്ത് നിന്ന് അയ്യപ്പനെ തൊഴുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മനഃപൂർവ്വം ഹെലികോപ്റ്റർ താഴ്ത്തിപ്പറത്തിയതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥനെ നെടുമ്പാശ്ശേരിയിലെ ചുമതലയിൽ നിന്ന് മാറ്റി കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് മേഖലാ ആസ്ഥാനത്തേക്ക് നിയമിച്ചു. ഹെലികോപ്റ്ററിൽ പൈലറ്റായ ഉദ്യോഗസ്ഥനൊപ്പം സഹ പൈലറ്റും ക്യാമറ ക്രൂവും ഉൾപ്പെടെ 3 പേരും ഉണ്ടായിരുന്നു. ഇതേ ഉദ്യോഗസ്ഥൻ മുമ്പും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൽ ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കും യാത്ര നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സംഭവം വിവാദമായപ്പോൾ മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ വഴിതെറ്റിയതാണെന്നായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് 2 ആഴ്ച കൂടി സാവകാശം നൽകി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ദേശീയ ലാബോറട്ടറിയിൽ നിന്നുള്ള വിദഗ്ധ പരിശോധനാ ഫലം 10 ദിവസത്തിനകം ലഭിക്കുമെന്ന് SIT കോടതിയിൽ അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട, കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ അഴീക്കോട് പടക്കം പൊട്ടിത്തെറിച്ച് 9 വയസ്സുകാരൻ മരിച്ചു. പുന്നക്കപ്പാറയിലെ അമൻ ആണ് മരിച്ചത്. സത്യപ്രതിജ്ഞയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ ഉപയോഗിച്ചവയിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ കുട്ടികൾ പൊട്ടിച്ചപ്പോഴാണ് അപകടം. 3 കുട്ടികൾക്ക് പരിക്കുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്ത് DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് നെടുങ്കണ്ടം മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിബിൻ അമ്മഞ്ചേരി, KSU ജില്ലാ സെക്രട്ടറി അലൻ സജി, KSU മണ്ഡലം ഭാരവാഹി അലൻ ജോസ് എന്നിവർക്ക് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പാലക്കാട് ഞങ്ങാട്ടേരിയിൽ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളാൻ ശ്രമം.
വാഹനവും മാലിന്യം തള്ളാനെത്തിയവരെയും നാട്ടുകാർ കൈയോടെ പിടികൂടി. ഡ്രൈവറെയും കൂട്ടാളികളെയും പോലീസിലേൽപ്പിച്ചു. മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തണമെന്നാണ് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും കരുതലും പരിചരണവും ലഭിക്കുമെന്ന തോന്നൽ ചെറുപ്പം മുതലേ കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഒറ്റപ്പെട്ടു പോകുന്നുവെന്ന ചിന്ത അവരെ മാനസികമായി തകർത്തു കളയാം. കുടുംബ പ്രശ്നങ്ങൾ, പരീക്ഷാ തോൽവി, കൂട്ടുകാരിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, ഇതൊക്കെ നിസ്സാര കാര്യമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. തൃശ്ശൂർ ചേർപ്പിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം അതീവ ഗൗരവമായി കാണേണ്ടതാണ്. ആദിമ എന്ന പെൺകുട്ടി സഹോദരന്മാർക്കും കൂട്ടുകാർക്കുമൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരോട് വഴക്കിട്ട് മുറിയിൽ കയറിയതാണ്. പിന്നീട് മുറി തുറക്കാതിരുന്നപ്പോൾ പരിശോധിച്ചപ്പോഴാണ് കഴുത്തിൽ ഷാളിട്ട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് ആദിമയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾ ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുകയോ അത്തരം സൂചനകൾ നൽകുകയോ ചെയ്യുമ്പോൾ അവരോട് ദേഷ്യപ്പെടുകയോ ഉപദ്രവിക്കുകയോ അടിച്ചമർത്തുകയോ അല്ല ചെയ്യേണ്ടത്. പകരം അവരെ കേൾക്കണം, ചേർത്തു പിടിക്കണം. അച്ഛനും അമ്മയും എപ്പോഴും ഒപ്പമുണ്ടെന്ന് അവരോട് പറയണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.